ട്രംപിന് വൻ തിരിച്ചടി. ഇന്ത്യ അമേരിക്കയുമായിട്ട് കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, വ്യാപാര കരാർ ഉണ്ടാക്കിയില്ലെന്ന് ഇതുവരെ അറിഞ്ഞൂടാ. അതിനെക്കുറിച്ച് ആരും ഒന്നും പറയത്തില്ല. അതിൻ്റെ വിവരങ്ങൾ, കരാറിലെ വിവരങ്ങളൊന്നും പുറത്തു വിട്ടിട്ടുമില്ല. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അമേരിക്ക വിളിച്ചു പറഞ്ഞ കാര്യങ്ങളല്ല, നമുക്കറിയില്ല. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറണം അടിയന്തരമായിട്ട്. കാരണം ഇല്ലെങ്കിൽ ഇന്ത്യക്ക് വലിയ നഷ്ടം വരും. അപ്പോൾ ഇന്ത്യക്ക് നഷ്ടം വരുത്താനായിട്ട് നരേന്ദ്രമോദി, ഈ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അനുവദിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് എന്തോ ഒരു വിധേയത്വം അമേരിക്കൻ പ്രസിഡന്റിനോടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളതിനെക്കുറിച്ച് പുറത്ത് ഓരോ കിംവദന്തികൾ പരക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയില്ല. എന്തായാലും ശരി, ഇപ്പം സംഭവിച്ചേക്കുന്ന ട്രംപിനേറ്റ തിരിച്ചടി എന്ന് പറയുന്നത് അമേരിക്കൻ സുപ്രീം കോർട്ടാണ്. അമേരിക്കൻ സുപ്രീം കോർട്ടിൻ്റെ ഫുൾ ബെഞ്ച് അവർ, അതായത് 9 ജഡ്ജിമാരാണ്, അവർ 6-3 എന്നുള്ള അനുപാതത്തിലൊരു തീരുമാനം എടുത്തു. 3 പേര് ഡിസെൻഡ് ചെയ്തു, 6 പേര് ആ വിധിയെ അനുകൂലിച്ചു. അതായത് ഈ ട്രംപിന് ഇങ്ങനെ തീരുവ ചുമത്താനും പിഴത്തീരുവ എന്നൊക്കെ പറയുന്ന ചുമത്താനും ഒന്നും ഒരു അവകാശവുമില്ല. അത് അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുവാദം വാങ്ങിയല്ലാതെ ചെയ്യാൻ പാടില്ല. കോൺഗ്രസിൽ നിന്ന് ഇയാൾക്ക് ഒരിക്കലും അനുവാദം കിട്ടത്തില്ല. അതല്ലാതെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് നള്ളിഫൈ ചെയ്ത് റദ്ദാക്കി, ക്വാഷ് ചെയ്തു. വലിയ അടിയായില്ലേ? ഇവിടുന്ന് എത്ര രൂപയായിരുന്നു നമ്മുടെ ഇന്നൊക്കെ വാങ്ങിക്കുന്നത്? അതായത് ആദ്യം ഒരു 27% അധിക തീരുവ അങ്ങ് ചുമത്തി. അത് കഴിഞ്ഞതിന് ശേഷം, അതായത് ഇന്ത്യ വ്യാപാരം നടക്കാൻ വേണ്ടി, അത് കഴിഞ്ഞതിന് ശേഷം അപ്പം ഇന്ത്യയിലേക്കുള്ള അമേരിക്ക എന്നുള്ള ഇറക്കുമതിക്ക് നമുക്ക് 17% അന്ന് ടാക്സ് കിട്ടുമായിരുന്നു. 17% ടാക്സ് നമുക്ക് ചുമത്തിക്കൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുന്നില്ല. റഷ്യൻ എണ്ണ വാങ്ങുന്നു എന്ന കാര്യം പറഞ്ഞുകൊണ്ടില്ല, ആട് വെള്ളം കലക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ്, വാങ്ങുന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അതിന് 25% അധിക, അതായത് പിഴത്തീരുവ കൂടെ ചുമത്തി. അപ്പോൾ 52%. നമ്മുടെ കയറ്റുമതി മേഖലയാകെ തകർന്നു. അമേരിക്കയിലേക്ക് ഒരുപാട് കയറ്റുമതി ഉണ്ടായിരുന്നു, അത് തകർന്നു. കാരണം ഇത്രയും കൊടുത്തിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഒരു കമ്പനിയുടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാണ്, ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ. അപ്പോൾ ആ കമ്പനിക്ക് പോലും വൻ നഷ്ടമുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രത്തോളം വലിയ പിഴത്തീരുവയും തീരുവയൊക്കെ വന്നതോടുകൂടി ഉള്ള പ്രശ്നം വന്നത്, അവസാനം അവർ അതിൻ്റെ പകുതി ഉണ്ടല്ലോ, ആ കസ്റ്റമേഴ്സ് വഹിക്കാതെ കമ്പനി തന്നെ അങ്ങ് വഹിച്ചു. കമ്പനിക്ക് അത് വലിയ നഷ്ടം വരും. പക്ഷേ ഇത് ഇനി ആ പെനാൽറ്റി ഇപ്പം നമ്മൾ ഇന്ത്യയുമായിട്ടുള്ള ധാരണയിൽ ഇപ്പോൾ രഹസ്യധാരണയാണല്ലോ, എന്തോ അത് പുറത്ത് പറയത്തില്ല ധാരണ എന്തുവാണ്. അപ്പോൾ 18% നമ്മുടെ ടാക്സ് കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ബാക്കി സംഭവിക്കാൻ പോകുന്നത് എന്തെന്നറിയോ? മറ്റ് രാഷ്ട്രങ്ങൾക്കൊക്കെ, അതായത് ഇവരുമായിട്ട് വ്യാപാര കരാറിൽ ഏർപ്പെടാത്ത രാജ്യങ്ങൾക്കൊക്കെ 10% താഴെ കൊടുത്താൽ മതി ഇനി ടാക്സ്. അപ്പോൾ ഇപ്പോൾ ഏതായിട്ട് ഈ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ എന്ത് അൺപ്രഡിക്റ്റബിളാണ്, എന്ത് ചെയ്യുന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. അയാൾക്ക് പോലും അറിഞ്ഞുകൂടാ അയാൾ എന്തോ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ആഗോള തീരുവ എന്നുള്ളൊരു പേരിൽ ഒരു 10% അങ്ങ് കയറ്റിയിട്ടുണ്ട്. കാരണം മറ്റേതെല്ലാം അടിച്ചു പോയല്ലോ, സുപ്രീം കോടതി എടുത്ത് തള്ളി ദൂരെ കളഞ്ഞ് ചാവറ്റുകോട്ടയിൽ എറിഞ്ഞു. അപ്പോൾ ഇനി ഒരു 10% ആഗോള തീരുവ എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയൊക്കെ അറിയാവുള്ളൂ ഇതിൻ്റെ അർത്ഥമൊക്കെ. ഏതായാലും അത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇന്ത്യക്ക് ബാധകമല്ല എന്ന് പറയുന്നുണ്ട്. കാരണം എന്തെന്നറിയോ? അത് പറയുന്നതിൻ്റെ കാരണം, ഇന്ത്യയായിട്ട് കരാറുണ്ട്, 18% ഇവിടുന്ന് കിട്ടും ഈസി ആയിട്ട്. ഇനി എല്ലാത്തിനും 18% ടാക്സ് അവർക്ക് കിട്ടും. മാത്രമോ അവിടെ നിന്നുള്ള ഇറക്കുമതിക്ക് 0 ടാക്സ്, നമുക്ക് 17% കിട്ടിക്കൊണ്ടിരുന്നത് 0ആണ്. ഇനി മറ്റ് രാഷ്ട്രങ്ങൾക്ക് നോക്കിക്കൊള്ളണം, ഈ വിധിയോടെ കൂടി ഇനി ഇപ്പോൾ ഈ ആഗോള 10% ഏർപ്പെടുത്തില്ലേ, അതും നിൽക്കാൻ പോകുന്നില്ല. മിക്കവാറും അത് ക്വാർട്ടർ കലാശിക്കും. ഇപ്പം ജഡ്ജിമാരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം ഈ വിധി ഒരു നാണക്കേടാണെന്നും, ഞാൻ നോമിനേറ്റ് ചെയ്ത ജഡ്ജിമാരാ ഇങ്ങനെ ഇതെന്നും, ഇയാളെ നോമിനേറ്റ് ചെയ്തെങ്കിൽ അവർ ജഡ്ജിമാരായി, അവർ അന്തസ്സുള്ളവരാണ്. ആരും നോമിനേറ്റ് ചെയ്യുന്നുള്ള ഇതൊരു ഒരു 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 വിവരം കെട്ട ഒരാൾ നോമിനേറ്റ് ചെയ്യുന്നുള്ള അല്ലാതെ അവർക്ക് വേറെ പ്രശ്നം, അവർക്ക് വിവരമുണ്ട്. അവർ 3 പേരേ ഉള്ളൂ ഡിസെൻഡ് ചെയ്ത്, ബാക്കി 6 പേര് ഇതിനെ അനുകൂലിച്ചിട്ട് അവരിത് തള്ളി ദൂരെ കളഞ്ഞു. ആ അനുകൂലിച്ച 3 പേരെ എതിർത്ത ആളുകളുണ്ടല്ലോ, അതായത് ഡിസെൻഡ് ചെയ്തവർ, അവർ പോലും പറഞ്ഞതെന്ന് പറഞ്ഞാൽ
ഈ പോളിസി ശരിയായിരിക്കത്തില്ല. പക്ഷേ പ്രസിഡന്റ് ഇതിനുള്ള അധികാരമുള്ള രീതിയിൽ പ്രീസിഡന്റ് പണ്ട് മുൻപ് ഉണ്ടായിട്ടുണ്ടെന്ന്. ആ പ്രീസിഡന്റ് വെച്ചുകൊണ്ടാണ് അവർ പറഞ്ഞ അത് അങ്ങനെ അധികാരം പ്രയോഗിച്ചതിൽ തെറ്റില്ല എന്ന് തീർന്നു. പക്ഷേ അത് നിൽക്കത്തില്ല, അത് ആ കാഴ്ചപ്പാട് നിൽക്കുന്നതല്ല. ഇനി നമുക്കുണ്ടാകാൻ പോകുന്ന വലിയ നഷ്ടമാണ്. കാരണം കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരു രാജ്യമായിട്ടൊരു കരാറാണ്. ആ കരാറിൽ ഒപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഇടക്കാല കരാറെന്നാണ് പറയുന്നത് കേൾക്കുന്നു. ഇടക്കാല കരാറാണോ അന്തിമ കരാറാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഇടക്കാല കരാറായാലും അന്തിമ കരാറായാലും ഇതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിലുള്ള കുഴപ്പം നമുക്ക് വലിയ നഷ്ടം വരും, ഇന്ത്യക്ക് മാത്രം. കാര്യം ഈ വ്യാപാര കരാറിൽ ഏർപ്പെടുന്ന ഒരൊറ്റ കാരണം കൊണ്ട്. ഒരു കരാറിൽ ഒരാൾക്ക് ഒരു രാജ്യത്തിന് നമ്മൾ ഇതുപോലെ പറയുക, ഞാൻ ഇത്ര ശതമാനം അങ്ങ് തന്നേക്കാം അങ്ങോട്ടുള്ള കയറ്റുമതിക്ക്, കോൺട്രാക്ച്വൽ ഓബ്ലിഗേഷനാണ്. പകരം നിങ്ങളുടെ ഇറക്കുമതിക്ക്, നിങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഒരു ടാക്സും വേണ്ട, തീർന്നു. അവിടെ ഇതിന്ന് പിന്മാറിയില്ലെങ്കിൽ ഇന്ത്യക്ക് വളരെ വലിയ നഷ്ടം വരും, വലിയ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കരാറ് ഈ ഈ ഈ ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കരാറിൽ നിന്ന് പിന്മാറണം. കാരണം നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ മതി, ഒരു കുഴപ്പമില്ല, ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല ട്രംപിന്. ആകെപ്പാടെ ഉണ്ടായിരുന്ന ഇതാണ്, കണ്ണൂരുട്ടി 200% ടാക്സ് ആക്കുമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം രണ്ട് രാജ്യങ്ങളും അവസാനിപ്പിച്ചതെന്ന്. ഇയാൾക്ക് ടാക്സേ ഉള്ളൂ ഇയാളുടെ കയ്യിലിരിക്കുന്ന ആയുധം, ഇതോടെ കണ്ണൂരുട്ടായി. അത് അയാളുടെ കൈ മടി വെച്ചോട്ടെ, ഇനി കാരണം രക്ഷയൊന്നുമില്ല. അമേരിക്കൻ സുപ്രീം കോടതിയുടെ വിധി കറക്റ്റായിട്ട് വന്നു. ഇത്രയും പെട്ടെന്ന് ഈ വിധി വന്നത് കണ്ടോ? നമ്മുടെ രാജ്യത്താണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ ഇതെന്താണെന്ന്. നമ്മുടെ രാജ്യത്തെ രാജാവ് പറയുന്നതിന് എതിരായിട്ട് ആരെങ്കിലും പറയുമോ? ഒന്നുമില്ല. പക്ഷെ നേരെ മറിച്ച് അവിടെ അന്തസ്സായിട്ട് ഈ വിധി ഇതെടുത്ത് ദൂരെ എറിഞ്ഞു. ഇത്രയും വലിയ ആഗോള തലത്തിലുള്ള ആളുകളെ നിയന്ത്രിക്കാൻ പോകുന്ന ആളല്ലേ, അതല്ലേ ആഗോള ടാക്സ് ഇപ്പം, ഗ്ലോബൽ ടാക്സ് ഇപ്പോൾ ഏർപ്പെടുത്തിയേക്കുന്നത്. എല്ലാ രാജ്യങ്ങളെയും നിയന്ത്രിക്കുന്നവനാണ് ഇയാൾ. പക്ഷെ അയാളുടെ രാജ്യത്ത് ജഡ്ജിമാരെ അയാൾക്ക് നിയന്ത്രിക്കാൻ ഒക്കത്തില്ല. കാരണം എന്താ? അവർക്ക് നീതിബോധമുണ്ട്, അതുകൊണ്ടാണ് അവരെ നിയന്ത്രിക്കാൻ ഒക്കാത്തത്. അവർ ഇയാൾ ഈ പറഞ്ഞതെല്ലാം വിവരക്കേടാന്ന് പറഞ്ഞ് വിധി എഴുതി. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ ഈ കരാറിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ നമുക്ക് വൻ നഷ്ടം ഉണ്ടാവും, വൻ സാമ്പത്തിക നഷ്ടം ഇന്ത്യക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടാകരുത്. നമ്മൾ ഇവിടുന്ന് ടാക്സ് കൊടുക്കണമെങ്കിൽ അവിടുന്ന് അവർക്ക് പണ്ട് 3.3% ടാക്സ് ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ 18% എഗ്രി ചെയ്ത് വെച്ചേക്കുന്നത്. തിരിച്ച് 17% ടാക്സ് ഇറക്കുമതിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് നമ്മൾ 0% മാറ്റി. അപ്പോൾ ലാഭം ആർക്കാണ്? ആലോചിച്ച് നോക്കിക്കോളൂ. ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അത് എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള ആൾക്ക് ഇനി 10% കൊടുത്താൽ മതി. ഇപ്പോൾ ഇയാൾ ഗ്ലോബൽ ടാക്സ് എന്ന് പറയുന്നില്ലേ, ആ 10% ഉള്ളൂ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ 18% കൊടുക്കണം, തിരിച്ച് ഇങ്ങോട്ടുള്ളതിന് 0% ആക്കണം, ആവും. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഈ കരാറിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഇന്ത്യക്ക് ഭാരിച്ച സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. അത് മാറണം.